മന്ത്രിയായ ശേഷം ആദ്യമായി ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരിയിലെത്തിയ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന് ഉദയഗിരി ഗ്രാമപഞ്ചായത്തും പ്രത്യാശ UP സ്കൂളും സംയുക്തമായി പൗരസ്വീകരണം നൽകി. ഉദയഗിരി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ താൻ 10ാം ക്ലാസ് പഠനം വരെ ജീവിച്ച താബോർ എന്ന മലയോര നാട്ടിലെ നാളുകൾ മന്ത്രി ഓർത്തെടുത്തു. 4 വരെ താബോർ സ്കൂളിൽ പഠിച്ച മന്ത്രി റോജിയുടെ ഹൈസ്കൂൾ പഠനകാലം തിരുമേനി സ്കൂളിലായിരുന്നു. പ്രീ ഡിഗ്രി മുതലാണ് എറണാകുളത്തേക്ക് മാറിയത്. ഓടിട്ട ഒറ്റനില ബിൽഡിംഗ് ആയിരുന്നു. രാജേഷൊക്കെ ഇവിടെ എൻ്റെ കൂടെ പഠിച്ച രാജേഷൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റനില ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു, പഴയ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അന്ന് അതൊക്കെ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. അന്ന് പൊതിച്ചോറുമായിട്ട് വരിക, ഉച്ചയ്ക്ക് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ തോട്ടിൽ പോവുക, പിന്നെ അത്യാവശ്യം സ്കൂളിൽ ആ സമയത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന എല്ലാ കലാപരിപാടികളും അത്യാവശ്യം കുസൃതിയും ഒക്കെയുള്ള ഒരു സാധാരണ വിദ്യാർത്ഥി തന്നെയായിരുന്നു. ഇവിടെ പക്ഷേ അന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ സ്കൂളിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പത്രം വായിക്കുകയും രാഷ്ട്രീയത്തോടും ഭരണ സംവിധാനത്തോടും ഒക്കെ താല്പര്യം തോന്നുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ കാരണം ഞാൻ പത്രം കിട്ടിയാൽ ഏറ്റവും ആദ്യം ഫ്രണ്ട് പേജിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളൊക്കെ വായിക്കും. പിന്നെ വായിക്കുന്നത് ബാക്കിലെ സ്പോർട്സ് പേജാണ്, സ്പോർട്സിനോടുള്ള താല്പര്യം കൊണ്ട്. ഇപ്പോൾ വേൾഡ് ഫുട്ബോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളൊക്കെ വേൾഡ് കപ്പിനോട് നമുക്കല്ലെങ്കിൽ ഫുട്ബോളിനോടൊക്കെ താല്പര്യം തോന്നിയത് അന്ന് TV യിൽ കണ്ടിട്ടല്ല, പത്രത്തിൽ വായിച്ചിട്ടാണ്. അന്ന് പത്രത്തിൽ വായിച്ച് നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളുള്ളൂ. ഞങ്ങൾക്ക് വീട്ടിൽ കറണ്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാണ്ടാണ്, 8ലോ 9ലോ പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾക്കൊക്കെ ഈ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും ഒക്കെ ആയിരുന്നു ആശ്രയം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും രാഷ്ട്രീയത്തോടും ഒക്കെ താല്പര്യം തോന്നി. പിന്നീട് ഞാൻ 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി പഠിക്കുവാനായിട്ട് എറണാകുളത്തേക്ക് പോയത്. ഇവിടെ നേരത്തെ സംസാരിച്ച 1-2 പേര് ജനപ്രതിനിധികളൊക്കെ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം താബോർ മലയിൽ നിന്നും ഒരു കോളേജിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ തളിപ്പറമ്പിലാണ് ഒരു കോളേജുള്ളൂ, അല്ലെങ്കിൽ പയ്യന്നൂർ കോളേജാണ് അന്ന് ആകെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ബസ് തിരുമേനി വരെ അല്ല, ഇവിടെ ഉദയഗിരി വരെ അന്ന് ബസ്സുള്ളൂ. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ തിരുമേനി വരെ ബസ്സുള്ളൂ. താളിപ്പാറയ്ക്കും താബോറിനും ഒന്നും അന്ന് ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല. അപ്പം നടന്ന് ഉദയഗിരി വരിക, ഇവിടെ നിന്ന് പിന്നെ ബസ് കയറി പോകണം. അങ്ങനെയൊക്കെ ദിവസേന പോയി വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീട്ടുകാർ വലിയ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് പഠിച്ചോട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടി എറണാകുളത്തേക്ക് യാത്ര പറഞ്ഞു വിടുന്നതും അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകുന്നു. പരിപാടി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസിക്കപ്പെട്ടു. വളരെ ശക്തമായ പ്രവർത്തനമാണ് അദ്ദേഹം നിയമസഭയിൽ കാഴ്ചവെച്ചത്. എല്ലാവർക്കും അദ്ദേഹം ഒരു ആവേശമായിരുന്നു. നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് ശേഷമാണ് കഴിഞ്ഞ 2021 എനിക്ക് പോകാൻ സാധിച്ചത്. ഞാൻ നിയമസഭയിലെത്തുമ്പോഴും എൻ്റെ കൊച്ചു സഹോദരൻ, നമ്മുടെ നാട്ടുകാരൻ, നിയമസഭയിൽ അതിശക്തമായ പ്രകടനങ്ങളിലൂടെ മാസ്മരികമായ ഒരു നേതൃത്വ ഗുണം അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ നമുക്ക് സാധിച്ചു. ഞങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു. ഞങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു പ്രോത്സാഹനമായിരുന്നു. ഇക്കുറി വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ഒരിക്കലും ആരോടും ചോദിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വകുപ്പാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. നമ്മെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും അദ്ദേഹം അത് അലങ്കാരമായി കാണാതെ നാടിനു വേണ്ടി, കേരളത്തിന് വേണ്ടി, നമ്മുടെ കുട്ടികൾ വല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനവും പഠന സൗകര്യവും ജോലിയുമെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു നല്ലൊരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ആലമൂട്ടിൽ അധ്യക്ഷയായി. തലശ്ശേരി എഡ്യൂക്കേഷൻ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സോണിയ വടശ്ശേരിയിൽ മുഖ്യപ്രഭാഷണവും സ്കൂൾ മാനേജർ ഫാദർ സേവ്യർ പുത്തൻപുരക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ തന്നെ പഠിപ്പിച്ച അധ്യാപകരെ മന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. കേട്ടോ.
ലാലിയാൻസി, മാത്യു കെ. കുട്ടികളെല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.